നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. താഴെ നിങ്ങളുടെ എല്ലാ കമന്റുകളും കാണുന്നുണ്ട്. വളരെയധികം സന്തോഷം അറിയിക്കണം. വളരെയധികം സന്തോഷമുണ്ട് ഓരോ ക്ലാസ്സുകൾ ചെയ്യാൻ. എത്രയും പെട്ടെന്ന് എത്ര നല്ല പോയിന്റുകൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്നോ അതൊക്കെ നമുക്ക് തരാൻ ആഗ്രഹമാണ്. നിങ്ങളുടെ ഓരോ കമന്റ് കാണുമ്പോഴും ഹൃദയത്തിൽ തൊട്ട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് നോക്കാം. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി. എത്രയാണ്? 8 ഡിഗ്രി നോർത്തും അതുപോലെ 18 ഡിഗ്രി നോർത്തിനും ഇടയിലും, പിന്നെ ഇവിടെ 12 ഡിഗ്രി ടു 48 ഡിഗ്രി നോർത്തിനും ഇടയിലാണ്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അക്ഷാംശം എത്ര, കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എത്ര എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് 8 ഡിഗ്രി എത്രയാണ്? 18 നോർത്തും, 8 ഡിഗ്രി 18 നോർത്തും 12 ഡിഗ്രി 48 നോർത്തിനും ഇടയിലാണ്. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസമടക്കം പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. 4 ഡിഗ്രി ആണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതടക്കം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി രേഖാംശ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ 74 ഡിഗ്രി 52 ഈസ്റ്റ് കേട്ടോ. 74 ഡിഗ്രി 52 ഈസ്റ്റ്. പിന്നെ എത്രയാണ്? 77 ഡിഗ്രി 22 ഈസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് പഠിച്ചു വെക്കണം. കാരണം ഈ ഇടയിലുള്ള ഈ 4 ഡിഗ്രിയാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ അത് അവിടെ ശ്രദ്ധിക്കണം, അത് ചോദിക്കാറുണ്ട്. അപ്പൊ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ 8 ഡിഗ്രി 18, 8 ഇവിടെ 12 കേട്ടോ. ഇവിടെ രേഖാംശം ചോദിച്ചാൽ 74 ഡിഗ്രി, ഇവിടെ വരേണ്ടത് 77. ഇനി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് അല്ലെ. 2ാം സ്ഥാനത്ത് ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അപ്പൊ ആദ്യം പാലക്കാട് ജില്ലയായിരുന്നു ഏറ്റവും വലിയത്. പക്ഷെ ഇപ്പോ എന്താണ്? ഇടുക്കിയാണ്. ഇടുക്കിയാണ് ഇപ്പൊ ഏറ്റവും വലിയ ജില്ല. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. തീരദേശമുള്ള ജില്ലകൾ, അതായത് നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. അതിൽ 9 ജില്ലകളിലാണ് ഏതുള്ളത്? തീരപ്രദേശം ഉള്ളത്. തീരപ്രദേശം ഇല്ലാത്ത 5 ജില്ലകൾ ഏതൊക്കെയാണ്? 1 പാലക്കാട്, 2 വയനാട്, 3 ഏതാണ്? ഇടുക്കി, പിന്നെ പത്തനംതിട്ട, കോട്ടയം അല്ലെ. ഇങ്ങനെയാണ് 5 ജില്ലകളിൽ എന്തില്ല? കടൽ തീരം ഇല്ല. ഇനി മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകളുടെ എണ്ണം എത്ര? 14 ജില്ലകളിൽ 11 ജില്ലകളും മറ്റ് സംസ്ഥാനങ്ങളുമായി, ഒന്നുമില്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. എന്നാൽ ഒരു 3 ജില്ലകൾ എന്ത് ചെയ്യുന്നില്ല? മറ്റ് സംസ്ഥാനങ്ങളൊന്നും അതിർത്തി പങ്കിടാതെ നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അത് ഏതൊക്കെ ജില്ലകളാണ്? കോഴിക്കോടും കോട്ടയവും ആലപ്പുഴയും. പഠിക്കണേ. കോഴിക്കോടും കോട്ടയം അതുപോലെ തന്നെ ആലപ്പുഴ, ഈ 3 ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാതെ നിൽക്കുന്ന 3 ജില്ലകളാണ് കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ. ഇനി നമ്മൾ പറഞ്ഞു 9 ജില്ലകളിലാണ് കടൽ തീരമുള്ളത് എന്ന് പറഞ്ഞു. എങ്കിൽ ആ 9 ജില്ലകളിൽ ഏറ്റവും തീരദേശം കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കുറവ് തീരദേശമുള്ളത് കൊല്ലം ജില്ലയിലാണ്. നമ്മുടെ കേരളത്തിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹിയാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെയാണോ? അപ്പൊ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഡിഗ്രി വ്യത്യാസം കണക്കിലാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യുമ്പോ. 8 ഡിഗ്രി 12, ഇവിടെ 8 ഇവിടെ 12. ഇവിടെ രേഖാംശം ചോദിച്ചാൽ 74, ഇവിടെ 77 കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 8 ഡിഗ്രിയിൽ വരുന്നത് നോർത്ത് ആണ് എന്നും 74 ഡിഗ്രിയിൽ വരുന്നത് ഈസ്റ്റ് ആണ് എന്നും ശ്രദ്ധിക്കണം. ഇവിടെയാണ് PSC ചതിക്കുഴി ഓർക്കുക. ശ്രദ്ധിക്കണം കേട്ടോ. 8 ഡിഗ്രിയിൽ നോർത്തും ആണ്, 74 ഡിഗ്രിയിൽ ഈസ്റ്റും ആണെന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. 2ാമത്തെ ജില്ല പാലക്കാടാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. തീരദേശമുള്ള ജില്ലകൾ 9 എണ്ണമാണ്. തീരദേശം ഇല്ലാത്തത് 5 എണ്ണമാണ്. ആ 5 എണ്ണമാണ് പാലക്കാടും ഇടുക്കിയും വയനാടും പത്തനംതിട്ടയും കോട്ടയവും. ഇനി ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത്
കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കുറവ് തീരദേശമുള്ളത് കൊല്ലം ജില്ലയിലാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി ഞങ്ങൾ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി നിൽക്കാം, വേറെ ഒരു സംസ്ഥാനങ്ങളായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന 3 ജില്ലകളാണ്. ഏതൊക്കെയാണ്? കോഴിക്കോടും കോട്ടയവും ആലപ്പുഴയും. നമ്മുടെ കേരളത്തിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹി. ഇനി നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ അല്ലെ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. പഠിച്ചു വെക്കണേ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. ആ 28 സംസ്ഥാനത്തിൽ വലിപ്പത്തിൽ നമ്മുടെ കേരളം 21ാം സ്ഥാനമാണ്. അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു കൊച്ചു കേരളമാണ് അല്ലെ. കൊച്ചു കേരളമാണ്. കാരണം 28ൽ 21ാം സ്ഥാനം പറയുമ്പോൾ എന്താണ്? അങ്ങോട്ട് കടന്നുപോയി ഇല്ലേ. അപ്പൊ നമ്മുടെ കേരളം എന്ന് പറയുന്നത് എന്താണ്? ഒരു കൊച്ചു സംസ്ഥാനമാണ് എന്നുള്ളത് കണക്കാക്കുക. അപ്പൊ 28 ജില്ലകളിൽ നമ്മുടെ എന്താണ്? അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21ാം സ്ഥാനമാണ്. ഇനി നമ്മുടെ മൊത്തം ഇന്ത്യൻ ഭൂവിസ്തൃതി എടുക്കുന്ന സമയത്ത് മൊത്തം നമ്മുടെ ഇന്ത്യ രാജ്യം അല്ലെ, ആ ഇന്ത്യ രാജ്യത്തിന്റെ നമ്മുടെ ഒരു മൂലയിലാണ് നമ്മുടെ കേരളം കിടക്കുന്നത് അല്ലെ. ആ കേരളം ഇപ്പോ നമ്മുടെ ഇന്ത്യയുടെ ഭൂവിസ്തൃതി 100%, നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് 100% എന്ത് കൊടുക്കുക അല്ലെ. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ 100% വിസ്തൃതിയുള്ള രാജ്യമാണ്. അതിൽ വെറും 1.18% മാത്രമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? വിസ്തൃതി കുറവാണ് അല്ലേ കേരളം. അതാണ് പറയുന്നത് കേരളം കൊച്ചു സംസ്ഥാനമാണ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആകെ 100% ഇന്ത്യ കിടക്കുന്ന സമയത്ത് അതിൽ വെറും 1.18% മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ അപ്പൊ അതേപോലെ കണക്കാക്കുക. 100% ജനസംഖ്യ അല്ലെ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ 100%മായി കണക്കാക്കി. അതിൽ വെറും 2.76% ജനസംഖ്യ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. മനസ്സിലായോ? ഭൂവിസ്തൃതി നോക്കുമ്പോൾ വെറും 1.18%, ജനസംഖ്യ നോക്കുമ്പോൾ വെറും 2.76% മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3,33,00,000 എത്രയാണ്? 3,33,00,000. ഇനി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ 13ാം സ്ഥാനമാണ്. മനസ്സിലായോ? അതായത് 28 സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം 13ാമത്തെ സ്ഥാനമാണ്. എന്നാൽ വിസ്തൃതിയിൽ കേരളത്തിന്റെ ഭൂവിസ്തൃതി നോക്കുന്ന സമയത്ത് അല്ലെ, സംസ്ഥാനങ്ങൾ വലിപ്പം നോക്കുന്ന സമയത്ത് 21ാം സ്ഥാനത്തും വലിപ്പത്തിൽ 21ാം സ്ഥാനത്തും ജനസംഖ്യക്കിടയിൽ 13ാം സ്ഥാനത്തുമാണ്. മനസ്സിലായോ? ഇനി കേരളത്തിന്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എത്രയാണ്? 4.91%. വളർച്ചാ നിരക്ക് കേരളത്തിന്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 4. ജനസംഖ്യ വളർച്ചാ നിരക്ക് കേരളത്തിന്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക് 4.91%. ഇനി നമ്മുടെ കേരളത്തിന്റെ സ്ത്രീ പുരുഷാനുപാതം വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ കണക്കാക്കിയിരിക്കുന്നത് 2011 സെൻസസ് അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പൊ നമ്മൾ സെൻസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ അടുത്ത സെൻസസ് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. അടുത്ത സെൻസസ് പഠിക്കാനിരിക്കുമ്പോഴേക്കും നമ്മുടെ തലയൊക്കെ പുകയും. അടുത്ത സെൻസസ് പഠിക്കാനുള്ള അവസരം ഇല്ലാതെ അടുത്ത ഇലക്ഷനിൽ എന്ത് ചെയ്യണം? ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായിക്കൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക, റാങ്ക് ലിസ്റ്റ് കയറുക, ജോലി വാങ്ങിക്കുക കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ളത് അത് നമ്മുടെ കേരളമാണ് കേട്ടോ. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അനുപാതം ഏറ്റവും ഉയർന്ന നിരക്കുള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. 1084:1000. മനസ്സിലായോ? 1000 സ്ത്രീകൾക്ക് 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാര്. അപ്പൊ പിന്നെ എങ്ങനെ പെണ്ണ് കിട്ടുവോ? കിട്ടില്ല അല്ലെ. കിട്ടില്ല. അതായത് 1084 സ്ത്രീക്ക് പിന്നെയും തെറ്റി. അതായത് നമ്മുടെ കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം പറഞ്ഞ എത്രയാണ്? 1084:1000 ആണ്. ശ്രദ്ധിക്കണേ കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇനി
ശിശുക്കളിലെ സ്ത്രീ പുരുഷാനുപാതം എത്രയാണ്? സ്ത്രീ പുരുഷാനുപാതം 964:1000 മനസ്സിലായോ? 964:1000 സ്ത്രീ പുരുഷാനുപാതം. 1084 സ്ത്രീയും 1000 പുരുഷന്മാരും അല്ലെ? ശിശുക്കളിൽ എന്താണ്? ശിശുക്കളിൽ സ്ത്രീ പുരുഷാനുപാതം, ശിശുക്കള് 964 പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ 1000 എന്താണ്? ആൺകുഞ്ഞുങ്ങളാണ് അല്ലെ? അങ്ങനെ 964:1000. ജനസാന്ദ്രത, നമ്മുടെ കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 860 കേട്ടോ. ചതുരശ്ര കിലോമീറ്ററിന് 860 കേട്ടോ. ചതുരശ്ര കിലോമീറ്ററിന് 860 ആണ് നമ്മുടെ കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. ജനസാന്ദ്രതയിൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്താണ്. ഓക്കെ, അതായത് വലിപ്പത്തിൽ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത്, വലിപ്പത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നോക്കുമ്പോൾ നമ്മുടെ കേരളം 21-ാം സ്ഥാനത്ത്, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 13-ാം സ്ഥാനം, ജനസാന്ദ്രത അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 3-ാം സ്ഥാനം. ഇത്രയാണ് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ കേരളത്തിന്റെ തീരദേശ നീളം എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ആണ് കേട്ടോ. കേരളത്തിന്റെ തീരദേശ നീളം എന്ന് പറയുന്നത് 600 കിലോമീറ്ററും തെക്ക് വടക്ക് നീളം, രണ്ടും വെരി ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. തെക്ക് വടക്ക് നീളം 560, അതായത് എപ്പോഴും തെക്ക് വടക്ക് നീളത്തേക്കാൾ കൂടുതലാണ് തീരദേശ നീളം എന്ന് പഠിച്ചു വെക്കുക. തെക്ക് വടക്ക് 560 ആണെങ്കിൽ തീരദേശം 600 കിലോമീറ്റർ ആണ്. നമ്മുടെ കേരളത്തിന്റെ റോഡ് സാന്ദ്രതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. റോഡ് സാന്ദ്രതയിൽ 1-ാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ്. അതായത് റോഡിന്റെ സാന്ദ്രത എന്ന് പറയുമ്പോൾ ഇവിടെ 548 ആണ്, അതായത് 100 സ്ക്വയർ കിലോമീറ്ററിന് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണേ. 548 വേണ്ട. ഏക കന്റോൺമെന്റ് ഉണ്ട് നമ്മുടെ കേരളത്തിലെ. ഏക കന്റോൺമെന്റ് ഏതാണ്? നമ്മുടെ കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂരിലാണ് കേട്ടോ. കണ്ണൂര് ഭരണശ്ശേരിയിലാണ്. കണ്ണൂരിലെ ഭരണശ്ശേരിയിലാണ് നമ്മുടെ കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഈ കന്റോൺമെന്റ് എന്ന് പറയുന്നത്? എന്താ കേരളത്തിലെ ഏക കന്റോൺമെന്റ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കണ്ണൂരിലെ ഭരണശ്ശേരിയിലാണ്. എന്താണ് ഈ കന്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ മിലിറ്ററി ക്യാമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ക്വാർട്ടേഴ്സുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന, മിലിറ്ററി ക്യാമ്പുകളും ക്വാർട്ടേഴ്സുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയാണ് എന്ത് പറയാ? ഈ കന്റോൺമെന്റ് എന്ന് പറയുന്നത്. അത് കണ്ണൂരിലെ ഭരണശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. അതില് റോഡ് സാന്ദ്രതന്റെ അതിന്റെ ഒന്നും സാന്ദ്രതയൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ റോഡ് സാന്ദ്രതയിൽ 1-ാം സ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ തീരദേശ നീളം എത്രയാ പഠിച്ചത്? 600 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് നീളം എത്രയാ പഠിച്ചത്? 560 ആണ് പഠിച്ചത്. പിന്നെ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനത്താണ്. ജനസാന്ദ്രതയിൽ റോഡ് സാന്ദ്രതയിൽ കേരളം 1-ാം സ്ഥാനത്താണ് അല്ലെ? ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനം, റോഡ് സാന്ദ്രതയിൽ 1-ാം സ്ഥാനം. ഭൂവിസ്തൃതിയിൽ എത്ര സ്ഥാനം? 13-ാം സ്ഥാനം. ഭൂവിസ്തൃതിയിലാണോ? അല്ല, വലിപ്പത്തിൽ അല്ലെ? വലിപ്പത്തിൽ 21-ാം സ്ഥാനം. പിന്നെ ജനസംഖ്യന്റെ അടിസ്ഥാനത്തിൽ 13-ാം സ്ഥാനം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെയാണോ? സെറ്റ് അല്ലേ? നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗികമായ പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക മൃഗം ആന. അതുപോലെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഔദ്യോഗിക പാനീയം ഇളനീരാണ്. ഔദ്യോഗിക ഫലം ചക്കയാണ്. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. ഔദ്യോഗികമായ സൂക്ഷ്മാണു 2025 പ്രഖ്യാപിക്കുന്നത്. പഠിച്ചു വെക്കണേ. ബാസിലസ് എന്താണ്? ബാസിലസ് സബ്റ്റിലസ് ആണ്. അതായത് ഇതൊരു ബാക്ടീരിയ ആണ് കേട്ടോ. ഇതെന്താണ്? ഒരു ബാക്ടീരിയ ആണ്. 2025 ഇത് പ്രഖ്യാപിക്കുന്നത്. ഔദ്യോഗിക സൂക്ഷ്മാണു ഒക്കെ ആയിട്ട് ഇതൊക്കെ എന്തിനാണോ പോലെ? ബാസിലസ് സബ്റ്റിലസ് അല്ലെ? ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എന്നും ഇതെല്ലാത്തിന്റെയും ഇതിന്റെ ശാസ്ത്രീയ നാമങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. PSC കാസിയ ഫിസ്റ്റുല. എന്താണ്? കാസിയ ഫിസ്റ്റുല എന്നാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം. തെങ്ങ് കോക്കനട്ട് ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ കൊക്കോസ് ന്യൂസിഫെറ. എന്താണ്? കൊക്കോസ് ന്യൂസിഫെറ ആണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. മലമുഴക്കി വേഴാമ്പൽ എന്താണ്? ബ്യൂസിറസ് ബൈക്കോർണിസ്റ്റ്. എന്താണ്? ബ്യൂസിറസ് ബൈക്കോർണിസ്. ബ്യൂസിറസ് ബൈക്കോർണിസ്
ഹൈപ്പോർണേസ്. ഓക്കെ ആണോ? ഇനി ഔദ്യോഗിക മൃഗം ആനയാണ്. ആനയുടെ എന്താണ്? എലിഫസ് മാക്സിമസ്. എലിഫസ് മാക്സിമസ്. കരിമീൻ എട്രോപ്ലസ് സുരാറ്റൻസിസ്. എന്താണ്? എട്രോപ്ലസ് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് എട്രോപ്ലസ് സുരാറ്റൻസിസ്. ഓക്കെ. ഔദ്യോഗിക പാനീയമായ ഇളനീരിന്റെ ശാസ്ത്രീയ നാമം. പാനീയം ഏതാണ്? ഇളനീര് അല്ലേ? അത് കൊക്കോസ് ന്യൂസിഫെറ തന്നെയാണ്. തെങ്ങിന്റെ എന്താ പറഞ്ഞത്? കൊക്കോസ് ന്യൂസിഫെറ. ഇളനീരും കൊക്കോസ് ന്യൂസിഫെറ എന്നാണ്. ഓക്കെ. ചക്കയുടെ എന്താ? ആർട്ടോകോർപ്പസ്. ചക്കയുടെ എന്താണ്? ആർട്ടോകോർപ്പസ്. ഫെറ്ററോഫിലസ്. പുതിയതായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ ഇത്തിരി കൺഫ്യൂഷൻ വരും. ഒരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ചിത്രശലഭമായ ബുദ്ധമയൂരിയോ പാപ്പിലോ ബുദ്ധ ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെ? പാപ്പിലോ ബുദ്ധ. ഓക്കെ. ഇനി ബാസിലസ് സബ്സ്റ്റിലസ് അത് പറഞ്ഞ എന്താണ്? ഒരു ബാക്ടീരിയ ആണ്. അതൊരു സൂക്ഷ്മാണുവാണ് കേട്ടോ. അതിന്റെ ആണ് ബാക്ടീരിയയുടേതാണ് ഇത് ബാസിലസ് സബ്സ്റ്റിലസ്. 2025 പ്രഖ്യാപിച്ചത്. ഓക്കെ. ഇപ്പോ നമ്മുടെ എന്താണ് ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. നമ്മുടെ കേരളമാണ് അല്ലെ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന. 2015 സെൻസസ് അനുസരിച്ചിട്ട് നമ്മുടെ കേരളമാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. നമ്മളെപ്പോഴും പഠിക്കാറുണ്ട്. എന്നാൽ പുതുക്കിയ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള സാക്ഷരതാ മാനദണ്ഡങ്ങളുണ്ട്. ഈ സമ്പൂർണ്ണമായ സാക്ഷരത പ്രഖ്യാപിക്കണമെങ്കിൽ എന്തുണ്ടാകും? കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാകും അല്ലേ? ആ നിയമങ്ങൾ ഉണ്ടാകും. ആ നിയമങ്ങളൊക്കെ കറക്റ്റ് ആയാൽ മാത്രമാണ് അത് എന്ത് ചെയ്യുക? അതാത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക. എന്നാൽ പുതുക്കിയ മാനദണ്ഡം അനുസരിച്ച് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പുതുക്കിയ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് കേട്ടോ. അത് മിസോറാം ആണ് കേട്ടോ. പഠിക്കണേ. കേരളമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ പുതുക്കിയ മാനദണ്ഡം അനുസരിച്ചിട്ട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇപ്പോ മിസോറാം ആണ്. നോട്ട് ചെയ്ത് വെക്കണേ. ഇനി നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കുറവ് വയനാട്. ഏറ്റവും ജനസംഖ്യ കൂടുതൽ മലപ്പുറം, ഏറ്റവും കുറവ് വയനാട്. ഇനി വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ളതും മലപ്പുറം തന്നെയാണ്. ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ്. ജനസാന്ദ്രത വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം, ഏറ്റവും കുറവ് ഇടുക്കി. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതൽ പത്തനംതിട്ട. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതൽ പത്തനംതിട്ട, ഏറ്റവും കുറവ് പാലക്കാട്. ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ്. തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതൽ, തൊഴിലില്ലാത്തവർ ഏറ്റവും കൂടുതൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഏറ്റവും കുറവ് വയനാടാണ്. പഠിക്കണേ കേട്ടോ. തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം, ഏറ്റവും കുറവ് വയനാട്. പഠിച്ചു വെക്കണം. അപ്പൊ 2 ഇടുക്കി വരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഇടുക്കിയും. ജനസാന്ദ്രത ഏറ്റവും കുറവ് ഇടുക്കി. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവ് ഇടുക്കി. ജനസാന്ദ്രത ഏറ്റവും കുറവ് ഇടുക്കി. അതേപോലെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവ് ഇടുക്കി. ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ചോദിക്കാറുണ്ട് കേട്ടോ. അതെപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. തിരുവനന്തപുരമാണ് കേട്ടോ. ഇനി അതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. വാഹന രജിസ്ട്രേഷൻ ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ എറണാകുളമാണ്. അതുപോലെ നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ളത് എറണാകുളമാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് എറണാകുളം വരുന്നത്. വാഹന രജിസ്ട്രേഷൻ, നഗരവാസികൾ കൂടുതൽ, പ്രതിശീർഷ വരുമാനം കൂടുതൽ, എല്ലാം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ഇവിടെ കുറവ് വരുന്നത് വയനാടാണ്. ഇവിടെയും കുറവ് വരുന്നത് വയനാടാണ്. എന്നാൽ പ്രതിശീർഷ വരുമാനം കുറവ് വരുന്നത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറം. മലപ്പുറത്താണ് ഏറ്റവും കുറവ് എന്ത് ചെയ്യുന്നത്? പ്രതിശീർഷ വരുമാനം കുറവുള്ളത്. അവിടെ പഠിച്ചു വെക്കണം. ഇനി അതേപോലെ തന്നെ ഈ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ, കാരണം ഇതൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? പട്ടികജാതി പാലക്കാടാണ് കേട്ടോ. എന്നാൽ പട്ടികവർഗം ST വിഭാഗം എവിടെയാണ്? വയനാടാണ് കേട്ടോ. പട്ടികവർഗം വയനാടാണ്. ഓക്കെ. പട്ടികജാതിക്കാർ ഏറ്റവും കുറവ് വയനാടാണ്. കാരണം ഇവിടെ പട്ടികവർഗം കൂടുതലാകുമ്പോൾ ഇവിടെ പട്ടികജാതി കുറവാകും. ഇവിടെ മലപ്പുറം.
അപ്പൊ പട്ടികജാതി ഏറ്റവും കൂടുതൽ പാലക്കാട്, ഏറ്റവും കുറവ് വയനാട്. പട്ടികവർഗം ഏറ്റവും കൂടുതൽ വയനാട്, ഏറ്റവും കുറവ് മലപ്പുറം. ഓക്കെ, അതേപോലെ നമ്മുടെ തെങ്ങല്ലേ, നമ്മുടെ ഔദ്യോഗിക വൃക്ഷം ഏതാ പറഞ്ഞത്? തെങ്ങ് എന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ് എന്ന് പറഞ്ഞു അല്ലെ. ഈ തെങ്ങ് ദേശീയ വൃക്ഷമായിട്ടുള്ള രാജ്യം ഏതാണ്? തെങ്ങ് ദേശീയ വൃക്ഷമായിട്ടുള്ള രാജ്യം മാലദ്വീപാണ് കേട്ടോ. ഏതാണ്? മാലദ്വീപാണ് തെങ്ങ് ദേശീയ വൃക്ഷമായിട്ടുള്ള രാജ്യം. അതുപോലെ നമ്മുടെ സംസ്ഥാന പക്ഷിയാണ് ഏത്? വേഴാമ്പല് അല്ലെ. അതേപോലെ ഏത് സംസ്ഥാനത്തിന്റെയാണ് ഇതേപോലെ വേഴാമ്പല്? വേഴാമ്പല് നമ്മുടെ സംസ്ഥാന പക്ഷിയാണ്. അതേപോലെ സംസ്ഥാന പക്ഷി വേഴാമ്പല് ആയിട്ടുള്ള വേറെ സംസ്ഥാനം ഏതാണ്? വേറെ ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഏതാണ്? അരുണാചൽ പ്രദേശ് കേട്ടോ. വേഴാമ്പൽ നമ്മുടെ കേരളം മാത്രമല്ല സംസ്ഥാന പക്ഷിയായിട്ട് വേഴാമ്പൽ ഉള്ളത്. അരുണാചൽ പ്രദേശിനും ഏതാണ്? ഇത് പ്രീവിയസ് ചോദ്യമാണ്, വേഴാമ്പലാണ്. ഇനി അതേപോലെ ആന നമ്മുടെയാണ് അല്ലെ. ആന നമ്മുടെ സംസ്ഥാന മൃഗമായിട്ടുള്ള കേരളമാണ് അല്ലെ. എവിടെയൊക്കെയാണ് പിന്നെ ആന സംസ്ഥാന മൃഗമായിട്ടുള്ള വേറെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടക, അതുപോലെ ജാർഖണ്ഡ്, അവിടെയൊക്കെ അവിടുത്തെ സംസ്ഥാനങ്ങളുടെ മൃഗം ഏതാണ്? ആനയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. തരുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിക്കാം. എന്താണ് മാത്സും കറണ്ട് അഫയർ ഒക്കെ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.